ഹലോ ഫ്രണ്ട്സ്, techinfocafe ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ എയർടെൽ നെറ്റ്വർക്കിലുള്ള ഒരു നമ്പർ ചേഞ്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് VI നെറ്റ്വർക്കിലേക്ക് മാറ്റുവാൻ സാധിക്കും. അതായത് സിമ്പിളായി പറയുവാണെങ്കിൽ എയർടെൽ നമ്പർ എങ്ങനെ നിങ്ങൾക്ക് VI നമ്പറിലേക്ക് പോർട്ട് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു കിടിലൻ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മിനിമം യൂസ് ചെയ്യുന്ന ഡേറ്റകൾ തൊട്ട് നമുക്കത് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ഡേറ്റകൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടി നമുക്ക് VIയിലുണ്ട്. മാത്രമല്ല മറ്റ് നെറ്റ്വർക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഡേറ്റ, അതായത് ഡെയിലി യൂസേജ് ഡേറ്റ നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമുക്കത് എക്സ്പയർഡ് ആയി പോകുന്നതാണ് 24 ഹവേഴ്സിൽ. ബട്ട് VI നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ VIക്ക് നമ്മൾ ഒരു ദിവസം, അതായത് ഡെയിലി യൂസേജ് ഡേറ്റ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീക്കെൻഡായ സൺഡേയിലേക്ക് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു നല്ല ഒരു ഓഫർ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് നമ്മൾ നോക്കണം. അതായത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മൾ ഏത് നെറ്റ്വർക്കാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ VIക്ക് ഓൾറെഡി എല്ലായിടത്തും നല്ല നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഉറപ്പ്. കാരണം ഞാൻ ഇതുവരെ ഉപയോഗിച്ച സിമ്മുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിം എന്ന് പറയുന്നത് VI ആണ്. കാരണം എൻ്റെ കയ്യിൽ VIയുടെ മറ്റൊരു സിമ്മുണ്ട്. ആ സിമ്മിൽ ഞാൻ നോക്കുമ്പോൾ എവിടെ പോയാലും എനിക്ക് ഫുൾ റേഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എയർടെലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് VI തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് നിങ്ങളുടെ എയർടെൽ നമ്പർ സിമ്പിളായി നിങ്ങൾക്ക് എങ്ങനെ VI നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം എടുക്കുക. നിങ്ങൾ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞ ശേഷം myvi.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് പോർട്ട് ചെയ്യേണ്ട, അതായത് എയർടെലിൽ നിന്നും VI നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കൂടി തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അല്ല, സ്വന്തമായി തന്നെ സെർച്ച് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ ക്രോമിൽ കയറി ഈ വെബ്സൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. നിങ്ങളുടെ സിം പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഥവാ നിങ്ങളുടെ സിം പ്രീപെയ്ഡ് ആണെങ്കിൽ പ്രീപെയ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ സിം പ്രീപെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്രീപെയ്ഡ് അവിടെ സെലക്ട് ചെയ്തു. എൻ്റെ പിൻകോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക. എന്തിനാണ് പിൻകോഡ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ റെൻറ്റ് ഫ്ലാറ്റിലാണെങ്കിലും നിങ്ങൾ താമസിക്കുന്ന ഏത് ലൊക്കേഷനാണെങ്കിലും അവിടെ ഈ സിമ്മ്, അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സിമ്മ് ഡെലിവറി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോകാണ്ട് നമുക്ക് ഹോം ഡെലിവറി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ പിൻകോഡിൽ സർവീസ് അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്രസ്സിലേക്ക് ഞാൻ എൻ്റെ ഈ പിൻകോഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡെലിവറി അവിടെയാണെങ്കിലും എനിക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നോക്കിയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എൻ്റെ 2 പിൻകോഡ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോമിൻ്റെയും അതുപോലെ എൻ്റെ വീടിൻ്റെയും പിൻകോഡ് അടിച്ചു കഴിഞ്ഞ ശേഷം ഡെലിവറി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഡെലിവറി ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ ഡെലിവറി ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന മെസ്സേജ് മാറിയിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്ന, അതായത് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ താമസിക്കുന്ന ലൊക്കേഷനിലേക്ക് ഹോം ഡെലിവറി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ താഴെ നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ അഡ്രസ് ടു പ്ലേസ് ഓർഡർ, അതായത് ആ ഫീൽഡിൽ 3ാമത്തെ ഫീൽഡിൽ നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ്, അതായത് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷൻ്റെ പ്രോപ്പർ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. കാരണം ഡെലിവറിക്ക് വരുന്ന ആൾക്ക് നമ്മുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷനായിട്ട് എന്തെങ്കിലും നിയറസ്റ്റ് ലാൻഡ്മാർക്ക് എന്തെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങളുടെ അഡ്രസ്സ് ഫുൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് സിം ഓൺലൈനായിട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ
എൻ്റെ ഹോം ഡെലിവറി നടക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോമിൽ ഡെലിവറി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഇടുവാണെങ്കിൽ മറക്കാണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.